നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ പരമശിവനുമായി ബന്ധപ്പെട്ട ചില വിശേഷപ്പെട്ടതായ കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഭഗവാന് മുന്നിൽ നിങ്ങൾ വച്ചിരിക്കുന്നതായ പ്രാർത്ഥന അത് നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുള്ള ആ വിഷമമാണ് എങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്നതായ അനുകൂല കാര്യങ്ങളാണ് എങ്കിലും സന്തോഷ നിമിഷങ്ങളാണ് എങ്കിലും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ സമയം വളരെ അനിവാര്യമായ ഒന്നാണ് ശാന്തത. കാരണം ഈ സമയം ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഭഗവാന്റെ സന്ദേശം നിങ്ങൾ തീർച്ചയായും പൂർണ്ണമായും കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു സമയം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സമയം, ആ സമയത്ത് നിങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഭഗവാന്റെ സന്ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ ഈ ലോകത്ത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ നീ ശരിക്കും കരുതുന്നുണ്ടോ എന്ന് തന്നെ ഭഗവാൻ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം അതല്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാനോട് പൂർണ്ണമായ വിശ്വാസമുണ്ട് എങ്കിൽ വിശ്വാസം അവസാനിക്കാതെ ഉള്ളിൽ നിലകൊള്ളുന്നു എങ്കിൽ തീർച്ചയായും ദൈവാംശമായ ആത്മാവ് നിങ്ങളോട് പറയുന്നതായ ചില കാര്യങ്ങൾ, ഭഗവാന്റെ ഇച്ഛപ്രകാരം പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കേൾക്കണം. നിങ്ങൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി അനുഭവിച്ചു പോരുന്ന ഭാരവും സമ്മർദ്ദങ്ങളും പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ആശയക്കുഴപ്പങ്ങൾ പോലും അത് വെറുതെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അത് യാദൃശ്ചികമായിരുന്നില്ല എന്നത് വാസ്തവമാണ്. ജീവിതത്തിൽ തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും പല കാര്യങ്ങളിലേക്കും വ്യതിചലിച്ചതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. തീർച്ചയായും ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ അകന്നു പോവുകയും, അതായത് നെഗറ്റീവായ ഊർജത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ അകന്നു പോകുന്നത് ആത്മീയപരമായ ഉയർച്ചയുടെ തുടക്കമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും യാത്രകളും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല തരത്തിലും നിങ്ങൾക്ക് താല്പര്യപ്പെടാത്തതായ കാര്യങ്ങൾ, പല കാര്യങ്ങളിലും നിങ്ങൾ ഒന്നിച്ച് പോകുവാൻ സാധിക്കാത്ത പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ, ഒരു സ്വഭാവം, ഇതെല്ലാം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇതെല്ലാം ഭഗവാൻ നിരീക്ഷിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ഭഗവാന്റെ ദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞിരുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങൾ പറയുന്നതായ വാക്കുകൾക്ക് പോലും വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങളിൽ മൂല്യം തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യം വന്ന് ചേരാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ആത്മാവിന് ഭഗവാൻ തന്നെ വലിയ നിയോഗങ്ങൾ നൽകുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ഭഗവാൻ നിങ്ങളെ ശുദ്ധീകരിക്കുകയായിരുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ ഈ സമയം ആത്മാവിലൂടെ നിങ്ങൾ കൂടുതൽ സ്വർണ്ണ തിളക്കമുള്ളവരായി മാറുന്നു എന്നതാണ് വാസ്തവം. പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്.
അത് തീർച്ചയായും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലാണ് എങ്കിലും ഏതൊരു കാര്യത്തിലും അത് അനുഭവഭേദ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അസൂയ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുള്ള വ്യക്തികളായി തന്നെ പരാമർശിക്കാം. പല വ്യക്തികളും പല ശത്രുക്കളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ആ ശത്രുക്കളായ വ്യക്തികൾക്ക് പോലും തടയാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് ഭഗവാന്റെ ഇച്ഛപ്രകാരം സംഭവിക്കുന്ന കാര്യമാണ്. പല കാര്യങ്ങളും അവർ അറിയാതെ പോകുന്നതായ സാഹചര്യമുണ്ടായി എന്ന് വരാം. അവരുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് അത്തരം വ്യക്തികൾ അതൊരു സുഹൃത്താകാം, അല്ലെങ്കിൽ ബന്ധുവാകാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാകാം, അല്ലെങ്കിൽ മുൻപ് ബന്ധമുണ്ടായിരുന്ന വ്യക്തികളുമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്തതും നിങ്ങൾ മൂലം അവസരം നഷ്ടമാകുന്നതുമായ വ്യക്തികളുമാകാം. ഇത്തരത്തിൽ ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും അവരുടെ ശ്രദ്ധ പോലും വഴിമാറിപ്പോകുന്ന സാഹചര്യം ഭഗവാൻ നിമിത്തം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. അവർ നിങ്ങൾക്കെതിരെ പല കഥകളും സൃഷ്ടിക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ എന്തായിരുന്നു അസത്യം? അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് അവർ ഒളിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പുറത്തു വരരുത് എന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും പുറമേ കാണിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ഇടപെടൽ പോലും അവർക്ക് എതിരായി മാറാം. അവർക്ക് തീർച്ചയായും പല വിധത്തിലും നുണകൾ നിങ്ങൾക്കെതിരെ അവർ പല രീതിയിലും പ്രചരിപ്പിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതിലവർ വിജയിക്കണം എന്നില്ല. അത് കൃത്യമായി നിങ്ങളുടെ കണ്ണുകളിൽ, നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ളത് സത്യത്തിൻ്റെ വെളിച്ചം തന്നെയാണ്. അതിനാൽ ചോദ്യങ്ങൾ അവർക്ക് നേരെ തിരിയുന്നതായ സാഹചര്യങ്ങളും അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളതായ അവരുടെ കോട്ടകൾ പോലും തകർന്ന് വീഴുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളും മാറി മറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഒരു പ്രകാശം കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭീഷണി അത് തരണം ചെയ്യുവാൻ സാധിക്കുകയും നിരപരാധിത്വം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നിരപരാധിത്വം മറ്റുള്ളവർക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നു ചേരാം. നിങ്ങളെ ദുർബലരാക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. അതിലവർ ഒരു പരിധിവരെ വിജയം നേടിയിട്ടുണ്ടാകാം. അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാതിരിക്കുവാൻ ഒളിപ്പിച്ച് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതിൽ നിന്നും പിന്നോട്ട് പോകുവാനോ പിൻവലിയേണ്ടതായ സാഹചര്യമോ അവർക്ക് വന്നു ചേരാം. മനസ്സിൽ വളരെയധികം അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടായി എന്ന് വരാം. ഈ സമയം അവർക്ക് വിജയിക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതായ സാഹചര്യമില്ല. ഈ സമയം പല സത്യങ്ങളും വെളിപ്പെടുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അവർക്ക് ആ സത്യത്തിന് നേരെ മുഖം തിരിക്കാതിരിക്കുവാൻ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പല കാര്യങ്ങളിലും അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്ന ചിന്ത പോലും അവരിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്വാധീനം പല രീതിയിലും പ്രയോജനപ്പെടുത്തുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ ശത്രുതയുള്ള വ്യക്തികളുമായി നിങ്ങൾക്ക് മുൻജന്മ ബന്ധം പോലും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ അവരുടെ ശത്രുത ഈ സമയവും തുടരുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നതായ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ശക്തമായ ഒരു ദൈവിക സന്ദേശം നിങ്ങളിലേക്ക്
കടന്നു വന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങൾ ശാന്തനായി ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ദൃഢനിശ്ചയം നിങ്ങളിൽ അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും വളരെ കാലമായി അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. സ്വപ്നത്തിൽ പോലും അവർ ചിന്തിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും അവർ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു എങ്കിലും അതിൽ നിന്നും അവർക്ക് പിന്നോക്കം പോകുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ പോലും തടസ്സങ്ങളായി അല്ലെങ്കിൽ അവർ ഒരു തടസ്സമായി നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പലരും അവർക്ക് ധൈര്യം നൽകുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങളോട് ബഹുമാനം പുലർത്തുന്ന പലരും മാറി നിൽക്കുന്ന സാഹചര്യവും കാണുവാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്കെതിരെ അവർ എന്തെല്ലാം കാര്യങ്ങളാണോ പ്രയോഗിക്കുവാൻ അവർ കരുതിയിരിക്കുന്നത് അതെല്ലാം അകന്നു പോകുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായ പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിശദീകരിക്കുവാൻ സാധിക്കാത്ത വിധം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും അത് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും സാങ്കേതിക പിഴവുകൾ നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ആയുധമാക്കുവാൻ ശ്രമിച്ചപ്പോൾ ഭഗവാന്റെ ഇച്ഛപ്രകാരം ചില കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലരാകുവാൻ സാധിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഏതോ ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അവരുടെ പക്ഷം ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ തയ്യാറെടുക്കുന്നു എന്നത് വാസ്തവമാണ്. ഭയം കൊണ്ടും സ്വാർത്ഥതയും അവരെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആയുധമാക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അവർ മറ്റുള്ളവർക്ക് മുൻപിൽ തുറന്ന് കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ആ സ്ത്രീക്ക് നിങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കണം എന്നില്ല. തീർച്ചയായും നിങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടു പോകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമാകാം. അത് പ്രധാനമായും ഭഗവാൻ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി എഴുതുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ സമയം നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കുറ്റബോധം പല കാര്യങ്ങളിലുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. പല കാര്യങ്ങളിലും ഗൂഢാലോചന നിങ്ങൾക്കെതിരെ സംഭവിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ആ സൂത്രധാരനായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ തെറ്റുകൾക്കെല്ലാം കൂടെ നിന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അയാളുടെ മനസ്സ് വളരെയധികം അശാന്തമായി മാറിയിരിക്കുകയും ഉറക്കം പോലും ഭഗവാന്റെ ദേഷ്യത്താൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ക്രമേണ ആ മുഖം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായ സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളിലും അവർ ഭയപ്പെടുന്നതായ സാഹചര്യമുണ്ട്. അവർ ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അവർക്ക് ഇനി പരസ്യമായി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭഗവാൻ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധയോടെ കേൾക്കണം. ഈ സമയം മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിക്കുക എന്ന കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമയം നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും ചില വിഷമതകൾ, തിരിച്ചടികൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഈ സമയം നിങ്ങളുടെ കണ്ണുകൾ തന്നെയാണ് നിങ്ങൾ തുറന്ന് വയ്ക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകിയിരിക്കുന്നതായ സന്ദേശം അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഈ സമയം ചില വ്യക്തികൾ ക്ഷമാപണവുമായി നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം. അവർ പല കാര്യങ്ങളിലും നിങ്ങളുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഭഗവാനാൽ എഴുതപ്പെട്ടതാണ്. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം രൂപപ്പെടും. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
ഈ സമയം ഭഗവാൻ തീർച്ചയായും ചില നിയോഗങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. മാറ്റങ്ങൾ പ്രകടമാകുന്ന അനുകൂലമായ സാഹചര്യം, മാറ്റത്തിൻ്റെ കാറ്റ് നിങ്ങളിലേക്ക് വീശാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ തീർച്ചയായും ചില കാര്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ടില്ല. ഈ സമയം നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരാം. ഈ സമയം പര്യാപ്തമല്ലാത്തതായ കാര്യങ്ങൾ, അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ കാര്യങ്ങളാണ് എങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കാനും സാധിക്കും. ശുദ്ധമായ വായു ശ്വസിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ഏറ്റവും ഉയർന്ന സാധ്യതകൾ തന്നെയാണ് പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തീർച്ചയായും ഭഗവാന്റെ സംരക്ഷണ കവചത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും ഉറപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം കണ്ണുകൾ അടച്ച് ദീർഘനിശ്വാസത്തോടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കണം. ദീർഘനിശ്വാസമെടുത്ത് ഭഗവാനെ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതും ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ സമയം നിങ്ങൾ ശാന്തനായി ഇരിക്കുകയും അതേപോലെ തന്നെ ശക്തമായ മനസ്സോടെ നിലകൊള്ളുകയും ചെയ്യണം. പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടതായ സാഹചര്യങ്ങളിൽ അത് പ്രവർത്തിക്കേണ്ടതുമാണ്. വിശ്വാസം കൈമോശം വരാൻ പാടുള്ളതല്ല. ഭയം ഒളിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ എന്ന് തന്നെ ഭഗവാൻ പരാമർശിക്കുന്നു. ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.